ചേരമാൻ ഇസ്ലാമിക് അക്കാദമി ഒന്നാം വാർഷികാഘോഷം സമാപിച്ചു. ചേരമാൻ മഹല്ലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ചേരമാൻ ഇസ്ലാമിക് അക്കാദമിയുടെ ഒന്നാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. പൊതുസമ്മേളനം ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. ഈ നാട് എന്നും ആദരിക്കുകയും ആദരവുകൾ ഏറ്റുവാങ്ങുകയും മറ്റുള്ളവർക്ക് ആദരവുകൾ നൽകുകയും ചെയ്ത മഹത്തായ ഇന്നലകളുടെ ചരിത്ര പാരമ്പര്യം നമുക്കുണ്ട്. പണ്ട് ഒരു സഹസ്രാബ്ദം മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ടിട്ടുണ്ട്, പ്രവാചകന്റെ ചില ശിഷ്യന്മാർ ഈ നാട്ടിലെത്തി ഈ നാട് ആസ്ഥാനമായി ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന 600 കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള പ്രദേശത്തിൻ്റെ അധിപനായിരുന്ന ചേരമാൻ രാജാവിൻ്റെ സന്നിധാനത്തിൽ അറബ് പ്രമുഖർ പ്രതിനിധികൾ വന്ന് സംഭാഷണങ്ങൾ നടത്തി ഒടുവിൽ ഇസ്ലാമിനെ കുറിച്ചറിഞ്ഞ് വിസ്മയചകിതനായ രാജാവ് അത്ഭുതം കൂറി അങ്ങനെ ആ അറബ് പ്രതിനിധികളോടൊപ്പം അറേബ്യയിലേക്ക് തിരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആ രംഗം 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് എന്ന് വിചാരിക്കാതെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. അന്ന് ആ രാജാവിന്, നമ്മുടെ രാജാവിന്, ഇന്ത്യയുടെ മഹാരാജാവിന്, സ്വർഗലോകത്തെ രാജാവിന് സ്വീകരണം കിട്ടിയിരുന്നു, ആദരവ് കിട്ടിയിരുന്നു, ബഹുമാനങ്ങൾ നേടിയിരുന്നു. അദ്ദേഹം ആരുടെ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലാണല്ലോ അദ്ദേഹം ചെന്നത്. തീർച്ചയായും അംഗീകാരങ്ങളും ആദരവുകളും ബഹുമാനങ്ങളും കിട്ടിയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം ഏറ്റുവാങ്ങി സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ച മടങ്ങി വരാൻ തീരുമാനിച്ച രാജാവ് വഴിക്ക് വെച്ചുകൊണ്ട് മരണപ്പെടുകയാണല്ലോ ഉണ്ടായത്. എന്തായിരിക്കും? മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. കൂട്ടം നമ്മുടെ ഉപ്പമാർ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. എന്നും എപ്പോഴും നമ്മൾ അവരെ മുന്നിൽ നിർത്തണം. അവരെ ഒരു കാരണവശാലും ബേക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവരാണ് നമ്മളെ നയിച്ചത്, അവരാണ് നമുക്ക് നേതൃത്വം നൽകിയത്. ആ ഉപ്പമാരെ സ്നേഹപൂർവം ആദരിക്കുക എന്ന വലിയൊരു കർത്തവ്യമാണ് ഈ മഹല്ല് കമ്മിറ്റി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെടി നമ്മളിവിടെ നട്ടിരുന്നു. ഇന്നിപ്പോൾ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വളർന്ന് പന്തലിച്ച് ആ ചെടി ഇന്ന് വല്ലാത്തൊരു സംഭവമായി ഈ മഹല്ലിൽ മാറിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ദറസ് എന്ന് പറയുന്നത് വെറും ഇസ്ലാമിക വിജ്ഞാനം മാത്രമല്ല. മുദരിസ് മുഹമ്മദ് ഹിഷാം അദ്നി സന്ദേശ പ്രഭാഷണവും ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി മുഖ്യ പ്രഭാഷണവും നടത്തി. തുടർന്ന് മഹലിലെ മുതിർന്നവരെ ആദരിച്ചു. ചേരമാൻ മസ്ജിദിന്റെ ചരിത്രത്തെ ആവരണം ചെയ്ത് അക്കാദമി വിദ്യാർത്ഥികൾ നടത്തിയ കഥാപ്രസംഗം ശ്രദ്ധേയമായി. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന AI റോബോട്ടിക് ക്ലാസിന്റെ ലോഞ്ചിങ്ങിന് മുഹമ്മദ് ഷഫീഖ് പാവറട്ടി നേതൃത്വം നൽകി. യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന രക്തദാന നിർണയ ക്യാമ്പ്, PSC രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം, തണ്ണീർ പന്തൽ എന്നിവയിൽ 100 കണക്കിന് ആളുകൾ പങ്കാളികളായി. മഹല്ല് ജോയിന്റ് സെക്രട്ടറി നൌഷാദ് AA സ്വാഗതവും ട്രഷറർ ഹൈദരലി നന്ദിയും പറഞ്ഞു.